ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്, വൽ കുല്ലു ഫീ ഹയാതിഹി ദാഖുൽ ഹിമാം വബഅദഹു ഫാത്തിമ ബിനിസ്ഫി ആം. എന്താണ്? അതിലെല്ലാവരും തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ, റസൂൽ ജീവിച്ചിരിക്കെ തന്നെ 6 മക്കൾ എന്തായിട്ടുണ്ട്? മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആരൊഴികെ? ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ. അവരെപ്പോഴാണ് മരണപ്പെടുന്നത്? വബഅദഹു ഫാത്തിമ ബിനിസ്ഫി ആം. നിസ്ഫു ആം എന്ന് വെച്ചാൽ എത്രയാ? എത്ര? അഹ്സൻ, 6 മാസം അല്ലെ? നമ്മളെ അറബി മാസമായാലും എത്ര മാസമാണ് ഉള്ളത്? 12. നിസ്ഫു ആം എന്ന് വെച്ചാല് 6. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് എത്ര കഴിഞ്ഞിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്? 6 മാസം. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിതിൽ വലിയ പാഠമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6 മക്കൾ എന്ത് ചെയ്യാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരണപ്പെടുകയാണ് അല്ലേ? എത്രത്തോളം എന്ന് വെച്ചാൽ, അവിടുത്തെ ഇളയ മകനായ ഇബ്രാഹിം, ആലോചിച്ച് നോക്കണം. നമുക്ക് നമ്മുടെ മക്കൾ എന്താണെന്നുള്ള നമുക്കറിയാം. നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഫാത്തിമ ബീവിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഖിത്അതു കബ്ദി, എന്റെ കരളിന്റെ കഷ്ണമാണ് ആര്? ഫാത്തിമ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച പ്രയോഗമാണത്. ഖിത്അതു കബ്ദി, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് ഒരാഴ്ചക്കിടയിൽ ഒരു മകൻ എന്ത് ചെയ്തു? പനി പിടിപെട്ടു. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ് അടുത്ത മകന് പെട്ടു. അങ്ങനെയെങ്കിൽ നമ്മൾ പറയുന്ന വാക്ക് എന്തായിരിക്കും? ഒന്നാമത് മകന് ഒരു പനി വന്നു, ഇത് 2 ദിവസം കഴിഞ്ഞത് അടുത്ത മകന്, എന്താണ് ഇങ്ങനെ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ തന്നെ കേൾക്കുന്നതാണ്. അങ്ങനെ പറയുന്ന ആളുകളില്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളയ മകൻ ഇബ്രാഹിം എങ്ങനെ മരണപ്പെടുന്നത്? റസൂലിന്റെ കൈകളിൽ നിന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നൽ ഐന ലതദ്മഅ. ഇതാ കണ്ണുകൾ ഈറൻ അണിയുന്നുണ്ട്. സ്വാഭാവികമാണ്, സ്വന്തം മകനാണ് മരണപ്പെടുന്നത്, കണ്ണുകൾ ഈറൻ അണിയുന്നുണ്ട്. വ ഇന്നൽ ഖൽബ ലയഹ്സുൻ, നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട്? പ്രയാസപ്പെടുന്നുണ്ട്, സങ്കടത്തിലാണ് നമ്മുടെ ഹൃദയം. പക്ഷെങ്കിൽ വലാ നഖൂലു ഇല്ലാ മാ യുർലി റബ്ബന, നമ്മുടെ റബ്ബിന് തൃപ്തിയുള്ള ഒരു വാക്കല്ലാതെ നമ്മൾ ഉച്ചരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സന്ദർഭത്തിലാണ് പറയുന്നത്? റസൂലിന്റെ മകൻ മരണപ്പെടുന്ന സന്ദർഭത്തിൽ. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകൻ മരണപ്പെട്ടപ്പോഴുള്ള അവസ്ഥ മാത്രമാണ് പറഞ്ഞത്. 6ഓളം മക്കൾ എന്തായിട്ടുണ്ട്? മരണപ്പെട്ടിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? കളിയാക്കാറുണ്ട് എന്നാണ്. എന്താണ്? അബ്തറാണ്, വാലറ്റവനാണ്, പരമ്പരയില്ലാത്തവനാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ കളിയാക്കാറുണ്ട് എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ പിൻപറ്റുന്ന ഏതാളാണ് ഈ ലോകത്തുള്ളത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ പിൻപറ്റപ്പെടുന്ന വ്യക്തി വേറെ ആരാണുള്ളത്? ഒരു ചിത്രം പോലും ഇതുവരെ ഒരാളും കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രൂപം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരാളും കണ്ടിട്ടില്ല. എന്നിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് പോലെ, പിൻപറ്റപ്പെടുന്നത് പോലെ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണിക്കാൻ സാധിക്കുമോ? കല്ല വല്ലാഹ്, ഒരിക്കലും സാധിക്കുകയില്ല. അതാണ് അവർ മുശ്രിക്കീങ്ങൾ കളിയാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. എന്താണത്? നിന്റെ ദിക്റിനെ നാം ഉയർത്തിയിട്ടുണ്ട്. എന്താണത്? ആയത്ത് ഏതാണ്? വറഫഅനാ ലക ദിക്റക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വാഗ്ദാനമാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്നിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഖിറത്തിലേക്ക് വേണ്ടി ക്ഷമിക്കുകയാണ്. നമുക്ക് വലിയ പാഠമുണ്ട്. നമ്മളും ഇതുപോലെ ആകണം. നമ്മൾ വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ റസൂലിനെ പോലെ ജീവിക്കുന്നവരാണ്. ഇതുപോലെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്, അല്ലെ? ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. യഥാർത്ഥത്തിൽ ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ആ ഇഷ്ടത്തിന്റെ അടയാളാണെന്ത്? അവരെ പിൻപറ്റുമെന്നുള്ളത്. ഒരാളെ നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അയാളെ പിൻപറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളുടെ സ്നേഹം സിദ്ഖുള്ളതാണ് എങ്കിൽ നമ്മൾ ഇതുപോലെ ആകണം. ഇതിനാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. വെറുതെ ഇങ്ങനെ വന്ന് കുറെ ഊറ്റം കൊണ്ട് പോകാനല്ല. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. മറിച്ച് നമ്മൾ ഓരോ പാഠങ്ങൾ മുന്നോട്ട് പഠിച്ചു പോകുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം?
അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ നോക്കണം. എങ്കിലേ കാര്യമുള്ളൂ.